നമസ്കാരം. ഗ്രഹനിലകൾ പിഴയ്ക്കുന്ന ഒരു കാലമുണ്ട്. ഏത് സമ്പന്നനെയും ഒരു നിമിഷം കൊണ്ട് ഒന്നുമല്ലാതാക്കി തീർക്കുന്നതാണ് ഈ ഗ്രഹപ്പിഴ കാലം എന്ന് പഴയ ആൾക്കാർ പറയും. ഗ്രഹങ്ങൾ പിഴയ്ക്കുന്ന കാലം. അതിന് ഏറ്റവും വലിയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു സമ്പന്നനായ ഒരാള്, കോടീശ്വരനായ ഒരാള്, തനിക്ക് മേൽ ഈശ്വരൻ പോലും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാള് അസാധ്യമായ ഗർവോടുകൂടി ജീവിക്കുന്ന കാലത്ത് യാതൊരു പ്രശ്നമില്ല. ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ജാതക ജ്യോതിഷ പ്രകാരം എല്ലാം ഏത് ജ്യോത്സ്യനെ കണ്ട് ശരീരത്തിന്റെ ഈ ഊർജവും മനസ്സിന്റെ ഊർജവും സമ്പത്തിന്റെ ഊർജവും ഒക്കെ നിലനിർത്താനായിട്ടുള്ള പൂജപരിഹാരങ്ങളൊക്കെ ചെയ്ത് ക്ഷേത്രങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ദാനങ്ങൾ ചെയ്ത് അന്നദാനങ്ങളൊക്കെ നടത്തി അങ്ങനെ സുഖലോലുപതയുടെ ഏറ്റവും ഉയരത്തിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു പട്ടി കുറുകെ ചാടി വീണു പോകുന്നത്. ആ പട്ടി കുറുകെ ചാടാനുള്ള സമയം ഇദ്ദേഹം ഓടിക്കുന്ന വാഹനം അവിടെ എത്താനും ആ പട്ടി എടുത്ത് കുറുകെ ചാടാനും ആ വാഹനത്തിന്റെ പട്ടിക്ക് വാരിയലിന് ഭയങ്കര ബലമാണ്. ആ ഇടിയോടുകൂടി ഇതിന്റെ ലക്ഷ്യം തെറ്റാനും ഇത് പോയി മറ്റേ ചുവരിലങ്ങാണ് പിടിച്ച് ഇത് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് ഈ ചെയ്തതെല്ലാം മറന്ന് മറ്റൊരവസ്ഥയിലേക്കായിത്തീരും. അത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാലമാണ്. ഇപ്പൊ പണ്ട് ഞാൻ ഒരു പരസ്യ കമ്പനി ജോലി ചെയ്തിരുന്ന കാലത്ത് അന്ന് എനിക്ക് വാഹനമൊന്നുമില്ല, യമഹ ഇറങ്ങിയ കാലമാണ്. പിന്നീട് ഞാൻ ഒരെണ്ണം എടുത്തു വളരെ കാലം ബുദ്ധിമുട്ടിയതിനു ശേഷം. അത് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു എന്നോട് വലിയ താല്പര്യമുള്ള. അപ്പൊ ഞാൻ കോപ്പി റൈറ്റ് ഒക്കെ എഴുതുന്ന കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പരസ്യ കമ്പനി ഒറ്റ വാതിന് ഒരു തലമുറയുടെ സുവർണ സങ്കല്പം, ഇന്ന ജ്വല്ലറി, ഉദയസൂര്യന്റെ ഉടലുള്ള ഒരു കപ്പ് ചായ ഇന്നത് എന്നൊക്കെ പോലെയുള്ള പരസ്യത്തിന്റെ വാചകങ്ങൾ എഴുതുന്ന ഒരു കാലഘട്ടം അതാണ് തുടങ്ങിയത്. അപ്പൊ എന്നോടൊപ്പം ശനിയാഴ്ച ഉച്ച വരെ ഉള്ളൂ. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ അവധിയാണ്. അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞു, നമുക്ക് ഒന്ന് പൊന്മുടി വരെ പോകാം എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഭയമാണ്, ഞാൻ വീട്ടിൽ പറയാതെ ഒക്കെ വരാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വളർന്ന വലുതായില്ലേ, നിങ്ങൾക്ക് 10-23 വയസ്സായില്ലേ, നിങ്ങൾ എന്തിനാണ് വീട്ടിലൊക്കെ പറയണം, അവരും പോകാം. എന്തായാലും ഞാൻ അതിനകത്ത് ജീവിതത്തിൽ വലിയ അംബീഷനുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ എന്ത് പറയും, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഏജൻസി തുടങ്ങും, ഇയാളും കൂടെ എന്റെ കൂടെ നിൽക്കുമോ, എനിക്ക് വലിയ പരസ്യ കമ്പനി തുടങ്ങണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അതൊക്കെ ഭയങ്കര പ്ലാനിങ് ആണ്, ഭയങ്കര പ്ലാനിങ്. അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, അവളെ കല്യാണം കഴിക്കണം, അപ്പോൾ അവളുടെ അച്ഛനെതിരാണ്, ഇതൊക്കെ എന്നോട് എല്ലാ കാര്യങ്ങളും പറയും. ഒരു ദിവസം ഇദ്ദേഹം പൊന്മുടിക്ക് പോകുന്നു. പൊന്മുടിയിൽ ഒരു വളയിൽ വെച്ച് ഇത് സ്ലിപ്പ് ചെയ്ത് വീഴുന്നു. ഈ നട്ടലിലെ മച്ച ചോർന്നു പോകുന്നു. വളരെ കാലം ഇദ്ദേഹം ഈ കിടപ്പിൽ കിടന്നു. ഈ ജലാംശം നിറച്ച കട്ടിലിൽ കിടക്കുകയാണ്, ട്യൂബിലെ വെള്ളം ജലം നിറച്ച്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഒരു ദിവസം ഞാൻ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു, നോക്കൂ സുനിൽ, എന്റെ കാല് ചലിക്കുന്നത് കണ്ടില്ലേ? എവിടെ ചലിക്കുന്നു? ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നം ഒരു യാത്രയോടുകൂടി തീർന്നു. ആ നിമിഷത്ത് അവിടെ എത്താനും ആ വളവിൽ ചെരിഞ്ഞു വീഴാനും ആ നട്ടലിൽ ക്ഷതമുണ്ടാകാനും ആ മജ്ജ മുഴുവൻ ചോർന്നു പോകാനും പിന്നെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിച്ചുകൊണ്ട് ആ കിടക്കയിൽ കിടക്കാനും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്ന പെണ്ണ് വേണമെങ്കിൽ ഒരു പ്രാവശ്യം വന്ന് കണ്ടു കാണും. ആ കുട്ടിക്ക് വഴിക്ക് പോകും. അപ്പൊ ഇപ്പൊ വിധി എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഗ്രഹങ്ങൾ പിഴയ്ക്കും. ഏത് മഹാനും പിഴയ്ക്കും. എനിക്ക് പിഴയ്ക്കും. എന്റെ ഗ്രഹങ്ങൾ മുഴുവൻ എത്രയോ നേരെ കാലങ്ങളിൽ പിഴച്ചിട്ടുണ്ട്. ഏറ്റവും ഉയരത്തിൽ പോയിട്ട് ഞാൻ നിലംപരിശായി എത്രയോ തവണ വീണിട്ടുണ്ട്. വീണ്ടും വീണ്ടും ജീവൻ ലഭിച്ച പോലെ ഫിനിസ് പക്ഷിയെ പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും പോലും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കും. നമുക്കൊരു ഒരു യൗവനകാലമായ ഒരു കാലഘട്ടം എല്ലാ മനുഷ്യനും അത്രയേ ഉള്ളൂ. ഇന്നലെ വരെ എനിക്ക് നല്ല സമ്പന്നത ഉണ്ടായിരുന്നു, എന്റെ എല്ലാം പോയി, എന്റെ കൂടെ വന്നവരെല്ലാം കൊണ്ടുപോയി. ഇതെല്ലാം തന്നെ നമുക്ക് സമയം, ഗ്രഹം പിഴച്ച ഗ്രഹം, ആ സമയം അത് എപ്പോഴാണ് കത്തിച്ചൊലിച്ച് നിൽക്കുന്ന സൂര്യന്റെ മേലിൽ പെട്ടെന്ന് പ്രകാശം ഭംഗി ഈ കാർമേഘം വന്ന് മൂടുന്ന പോലെയാണ്. സൂര്യന്റെ മേൽ കാർമേഘങ്ങൾ മൂടുന്നെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ സൂര്യപ്രകാശം മുഴുവൻ ഉള്ളിലേക്ക് വലിഞ്ഞ് നിലാവ് മൂടുന്ന ചന്ദ്രനെ പോലെ ആയി പോകും. അങ്ങനെയുള്ള സമയങ്ങളുണ്ട്. ഗ്രഹങ്ങൾ പിഴയ്ക്കുന്ന കാലം ഏത് മനുഷ്യനും ഏത് മൃഗങ്ങൾക്കും ഏത് ജീവജാലങ്ങൾക്കും ഉണ്ട്. ഇപ്പൊ ഞാനിത് പറയാനുള്ളതിന്റെ ഒരു പ്രധാന കാരണം, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെ ചൈതന്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിന്റെ സകലതും നിലംപരിശായി. ഗ്രഹങ്ങൾ പിഴച്ചു. എവിടെ നിൽക്കേണ്ട ആളാണ്, ഇവിടെ എത്തേണ്ട ആളാണ്. ആരാധകര നിരവധിയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകരാണ്. ഒരുപാട് ചെറുപ്പക്കാർ ആരാധിക്കുന്ന കോൺഗ്രസിന്റെ നാളത്തെ ഒരു മുഖമായിരുന്ന ആള്
നമ്മുടെ യൂട്യൂബ് തുറന്നാലും TV തുറന്നാലും മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഏറ്റവും, കാരണം ദുർഗന്ധം പെട്ടെന്ന് പരക്കും. ദുർഗന്ധങ്ങൾ അങ്ങനെയാണ്. അത് നമ്മുടെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് നമ്മുടെ ശ്വാസത്തെ ദ്രവിപ്പിച്ചു കളയുന്ന ദുർഗന്ധമുണ്ടാകും. ഈ മനുഷ്യനുണ്ടായേക്കേണ്ട ദുർഗന്ധമാണ്. ദുർഗന്ധപ്പെടുത്താൻ ചിലർ ശ്രമിച്ചേക്കാം. അത് താൽക്കാലികമായി നമ്മൾ അതിനെ അതിജീവിക്കാം. നമ്മളൊക്കെ അതിനെ അതിജീവിച്ചിട്ടുള്ള ആളാണ്. അത് ചില ശത്രുക്കൾ ചിലപ്പോൾ ശ്രമിച്ചെന്നിരിക്കാം. ഇതല്ല. എപ്പോഴും സ്ത്രീകളുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം, നമ്മുടെ സ്ത്രീയുമായിട്ട് അടുപ്പം ഉണ്ടാകുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ആ സ്ത്രീയുടെ ലക്ഷ്യം എന്താണ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഞാനിത് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഒരു പുരുഷന്റെ ജീവിതത്തിനെ തകർത്തെറിഞ്ഞു കളയും. എന്റെ ഒരു കപടസന്യാസി ഒരു ആത്മകഥ എന്ന് പറഞ്ഞ പുസ്തകം വാങ്ങിച്ചാൽ അതിൽ ഞാൻ നിരവധി സ്ത്രീകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകില്ല. ഒരു സ്ത്രീ അടുക്കുന്നത് തന്നെ അവരുടെ മനസ്സിനൊരു ലക്ഷ്യം ഉണ്ടാകും. ആ ലക്ഷ്യം എപ്പോഴാണോ സാക്ഷാത്കരിക്കപ്പെടാതെ വരുന്നത്, അപ്പോൾ അവൾ ശത്രു തന്നെയാണ്. അവൾ നമ്മളെ നിഗ്രഹിക്കാൻ ശ്രമിക്കും. പുരുഷന് ഒരു സ്ത്രീയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയുടെ മുമ്പിലും പറ്റില്ല. കാരണം സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെയാണ്. അവളുടെ ഊർജം അതാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, ഊർജമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള നാണം കുടുങ്ങിയ സ്ത്രീ. ഇന്ന് നാണം കുണുക്കൊന്നും ഇല്ല. നമ്മൾ ചിന്തിച്ചാൽ മതി. അവർക്ക് ഊർജമുണ്ട്. അവരുടെ ഇന്നത്തെ ആഹാരത്തിന്റെ രീതിയും അവരുടെ പണ്ടുള്ള കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ടുള്ള അവരുടെ ജീവിത രീതികളും ഒക്കെ എത്രയോ ഡൈവോഴ്സ് ബന്ധങ്ങളാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, അവളുടെ ഡോക്ടറാണ്. അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വളർന്നു വന്ന ആളാണ്. അവൾ ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒപ്പം പഠിക്കുന്ന ഒരു ഡോക്ടർ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായി. വിവാഹം ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, അയ്യോ എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് എൻ്റെ അച്ഛനോടൊന്ന് സംസാരിക്കും, എനിക്ക് നിങ്ങളോട് വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ പഠിത്തത്തിൽ മാത്രമാണ് എനിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ 2 മതത്തിൽപ്പെട്ടവരാണ്. അച്ഛനെ പോയി കണ്ടപ്പോൾ അച്ഛൻ ഗർജിച്ചു. അച്ഛൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറ്റില്ല, എൻ്റെ മകളെന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ നടുക്കി കളഞ്ഞു. ആ വിവാഹം നടക്കാതെ പോയി. അപ്പോൾ ആ പുരുഷൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, എനിക്ക് ഇയാളെ ഇഷ്ടമായിരുന്നു, എനിക്ക് ഇയാളോടൊപ്പം, 2 പേരും ഡോക്ടേഴ്സാണ്, എനിക്ക് ഇയാളെ മനസ്സിൽ ഞാൻ ഇയാളോട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ അവസാന വർഷമായി, ഇനിയിപ്പോൾ ഔസർജൻസിയെ കഴിഞ്ഞ് നമ്മൾ പിരിയാൻ പോവുകയാണ്, 2 മാറാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ ആലോചിച്ചു. പക്ഷെ ഇയാളുടെ അച്ഛൻ പറഞ്ഞത്, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കെന്തായാലും ഇയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഇയാൾ എന്നോടൊപ്പം വരില്ല, അതും എനിക്കറിയാം. ഇയാൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ അച്ഛനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അയാൾക്ക് വേണ്ടത് നിങ്ങളുടെ ബിരുദം വിറ്റേക്കാണ്. അയാൾ വിൽക്കാനായിട്ടിരിക്കുവാണ്. ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന സ്ത്രീധനത്തിനേക്കാൾ കൂടുതൽ അയാൾക്കൊട്ട് ഇഷ്ടംപോലെ സ്വത്തും സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അയാൾക്ക് വേണ്ടത് നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന വരന്റെ സ്വത്താണ്. അങ്ങനെ ഒരു അച്ഛനുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്തായാലും ഈ പെൺകുട്ടി ഈ അച്ഛൻ പറഞ്ഞ മറ്റൊരാളെ കല്യാണം കഴിച്ചു. അയാൾ ആദ്യ രാത്രി അവളോട് പറഞ്ഞത്, നിന്റെ കാര്യമൊക്കെ ശരിയല്ല, ഞാൻ കല്യാണം കഴിച്ചതൊക്കെ ശരിയല്ല, നിങ്ങളുടെ അച്ഛനുണ്ട്, അയാൾ മര്യാദയ്ക്ക് ഇരുന്നോളാം, അല്ലാതെ ഞാൻ അവളെ ചവിട്ടിക്കൊല്ലുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പെൺകുട്ടി നടുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടി തന്നെയാണ് എൻ്റെ അടുത്ത് ഈ പറയുന്നത്. ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ദാമ്പത്യത്തിൽ ഇവർ ഒരുമിച്ച് പുറത്തു പോകാൻ തുടങ്ങിയാൽ ഈ അച്ഛൻ പറയും, എവിടെ പോവാണ്, ഏത് സിനിമയ്ക്കാണ് പോകുന്നത്? ഈ അമ്മ നിശബ്ദയാണ്. അയാളുടെ കൺട്രോളിലേക്ക് അയാൾ കൊണ്ടുവരും. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എല്ലാ സ്വർണവും എടുത്ത് അയാളുടെ പേരിൽ ബാങ്കിൽ കൊണ്ടുവച്ചു. അച്ഛന്മാര് കാലന്മാരാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഞാൻ അവിടെ കണ്ടത്. ആ കുട്ടി ഒരു നിസ്സഹായമായ അവസ്ഥയാണ്. അയാൾ പിരിഞ്ഞു പോയി. അയാൾ ഡൈവോഴ്സ് കൊടുക്കൂല. അയാൾ നിന്റെ അച്ഛനെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പെണ്ണുങ്ങളുടെയൊക്കെ പോകും, ഇഷ്ടം പോലെ ജീവിക്കും, നിന്റെ അച്ഛനോടോ, അയാൾ ചാവുന്നവരെ അല്ലെ കണ്ണീര് കുടിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതും ഗ്രഹങ്ങൾ പിഴയ്ക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ അച്ഛനും അമ്മയും പറയുന്ന കേട്ട് ഒരു വിവാഹം കഴിക്കാന്ന് പറയുന്ന ചുരുക്കം പേരേ ഉള്ളൂ. 2% പേരേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരുന്നതാണ്. 2% ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു സ്ഥിതിവിശേഷമാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിന് സംഭവിച്ച ഗ്രഹപ്പിഴ, ഈ പെൺകുട്ടിക്ക് സംഭവിച്ച ഗ്രഹപ്പിഴ, ഗ്രഹങ്ങൾ പിഴച്ചാൽ ഏത് രാജാവും നിലത്ത് വീഴും. രാവണന്റെ ഗ്രഹപ്പിഴയുടെ കാരണം ഉണ്ടായപ്പോൾ സീതയെ തട്ടിക്കൊണ്ടുപോയത്. നമ്മൾ എടുത്താൽ മതി, ഒറ്റ രാത്രി കൊണ്ട് ഒന്നും വല്ലാതായി പോകും. ഗ്രഹങ്ങൾ പിഴയ്ക്കുന്ന കാലത്തിന് പരിഹാരവും ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യനാണ്, ഞാനാണ് ഈ സമൂഹത്തിലെ എല്ലാം, എനിക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ല, ഇത് ദൈവമില്ല എന്ന് പറയുന്നത്. ഞാൻ പല ഭാര്യമാരും
ഇപ്പൊ സ്ത്രീകൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഈ കുടുംബ പശ്ചത്തിന്റെ പറയണമെങ്കിൽ ഭർത്താവുമായിട്ട് കൂടെ ഒന്ന് സംസാരിക്കണം. അയ്യോ, അദ്ദേഹത്തിന് വിശ്വാസമില്ല, മഹാദുരിതമാണ്. ദൈവമില്ല. ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു, പ്രപഞ്ചത്തിൽ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കണത് എന്താ കുഴപ്പം? ഒരു ശക്തിയിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാമല്ലോ. ആ ശക്തിയിൽ പിടിക്കുമ്പോഴല്ലേ നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റൂ. ദൈവമില്ല, പ്രാർത്ഥനയില്ല, ഒരു ഊർജവുമില്ല എന്ന് വിചാരിക്കുന്ന എത്രയോ പേരാണ് ഉള്ളത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ തന്നെ ഇതിനകത്ത് പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്ക പോലും ചെയ്യാത്ത ഇല്ലെങ്കിൽ ഞാൻ പറയാത്ത കാര്യങ്ങളെ എടുത്ത് അതിനെ മറ്റൊരു തരത്തിലാക്കി വ്യാഖ്യാനിച്ച് കുറെ വ്യൂവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ചില യൂട്യൂബർമാരെ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ഇല്ല. എന്തിനാണ് ഞാൻ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഞാൻ ഭ്രമയുഗം എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ആ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഭവങ്ങൾ യഥാർത്ഥ ജീവിതവുമായിട്ട് ബന്ധമുള്ളതും അതിലെ താന്ത്രികമായിട്ടുള്ള ബന്ധങ്ങളിൽ പാളിച്ച പറ്റിയിട്ടുണ്ടെന്നും ആ വേഷങ്ങൾ അനുഭവിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതിരുന്നാൽ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് ഒരുപാട് തെളിവ് തന്നെയാണ് ഞാൻ എഴുതിയ എൻ്റെ അനന്തപത്രത്തിലെ കാര്യം ഉൾപ്പെടെ ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് അത്തരം താന്ത്രിക സിനിമകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ പറഞ്ഞത് എന്താണ്? ഈ സിനിമ കണ്ടിറങ്ങിയ ഉടനെ ഞാൻ പറഞ്ഞു, ഇതാണ്, ഇത് ഗ്രഹപ്പഴ തുടങ്ങുവാണ്, ഗ്രഹപ്പഴയുടെ കാലമാണ്, ഈ സിനിമ നമുക്ക് ദോഷം ചെയ്യും, ഇത് ആരോഗ്യവും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അനിയനിടാനായിട്ട് ഞാൻ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്ക് ഒരു മെസ്സേജ് ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ, എല്ലാവരും രോഗം, ശരീരം എന്ന് പറയുന്നത് എന്താണ്? നശിച്ചു പോകുന്നത്. നശിച്ചു പോകുന്നതാണ് ശരീരം. നമ്മൾ കരഞ്ഞുകൊണ്ട് ജനിക്കുന്നു. ആ കരഞ്ഞുകൊണ്ട് ജനിക്കുന്ന ഞാൻ, ദൈവമേ, അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്ത എൻ്റെ ദോഷങ്ങൾക്ക് ഞാനതാ ഇവിടെ വന്ന് ജനിച്ചു, ഞാൻ ഇനി എന്തെല്ലാം ദുഃഖദുരിതങ്ങൾ അനുഭവിക്കണം ഈശ്വര എന്ന് വിചാരിച്ച് ജനിച്ച് വളർന്ന് ആ പൂർവ്വജന്മത്തിലെ വാസനകൾ ഞാനിത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എന്നാലും നമ്മുടെ ചില സുഹൃത്തുക്കൾക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞത്. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ കൊടുമുടിയിൽ എത്തിക്കഴിഞ്ഞ ആളാണ്. ജീവിതത്തിന്റെ ഏറ്റവും ഉയരത്തിൽ എത്തിക്കഴിഞ്ഞു. മഹാഭാഗ്യം. എത്രയോ വർഷങ്ങൾ. സ്ഫോടനം എന്ന് പറയുന്ന സിനിമയുടെ ഡബിംഗ് കാലത്ത് എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം മോശമാണെന്ന് പറഞ്ഞു PG വിശ്വംഭരൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ. ആ ശബ്ദം കൊണ്ടും അഭിനയശേഷി കൊണ്ടും മമ്മൂട്ടി എത്ര വർഷം നമുക്ക് ഈ കാലത്ത് നിറഞ്ഞു നിന്നു മലയാള സിനിമയിൽ. എത്ര കാലം കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ നിൽക്കും. അദ്ദേഹത്തിന് ഈ ഒരു അഭിനയ ജീവിതത്തിലേക്ക് എന്തിനു തിരിച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം മുദ്ര പതിപ്പിച്ച ആളാണ്. മലയാള സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ ഒരു മലയാളികൾ ഉള്ളിടത്തോളം കാലം ഇങ്ങനെ ഒരു മഹാനടൻ ഉണ്ടായിരുന്നു എന്നുള്ള മുദ്ര ഉറപ്പിച്ചു കഴിഞ്ഞ ആളാണ്. അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവില്ല. മടങ്ങി പോയിട്ടുണ്ടെങ്കിലല്ലേ ഉള്ളൂ തിരിച്ചുവരവ്. രോഗം എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്ക്, നാളെ ഞാനിവിടെ വന്നിട്ട് ഇത് പറയൂ എന്ന് വിചാരിക്കുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. ഈ ശരീരം പോലും ഇവിടെ ഇട്ടിട്ട് പോകുന്ന, ഈ ശരീരം പോലും സ്വന്തമല്ലാത്ത നമ്മൾ എന്തിനെ കുറിച്ചാണ് ഗർവ് കാണിക്കേണ്ടത്? മറ്റുള്ളവർ പറയുന്നതിന്റെ വ്യാഖ്യാനങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് കുറെ വ്യൂവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ചില യൂട്യൂബ്, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് അത്തരം കഥാപാത്രങ്ങൾ ഏത് നടന്മാർ ചെയ്താലും തന്ത്രമാന്ത്രികങ്ങളും ഹൊറർ സിനിമകളും നിർമ്മിക്കുമ്പോൾ ഹൊറർ സിനിമയിലും തന്ത്രമാന്ത്രികങ്ങളിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തില്ല എന്നൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുക, തെറ്റായി പറയുക. ഇപ്പൊ ഗ്രഹങ്ങൾ പിഴച്ചിട്ടുണ്ടാകും. ഗ്രഹങ്ങൾ പിഴച്ചതുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഇവിടെ ഇത് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഇത് ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. അദ്ദേഹം എന്തായാലും മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം പോയിട്ടില്ലല്ലോ. പോയാൽ മാത്രമാണ് തിരിച്ചു വരുന്നത്. നമ്മുടെ ശരീരത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ മാറി നിന്നു എന്നുള്ളത് ഒഴിച്ചാൽ എല്ലാവരും അങ്ങനെയാണ്. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. നടനാണ് അദ്ദേഹം. നടൻ എന്നുള്ളതിനുപരി മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാണ്. വിശാലം നക്ഷത്രമാണ്. ഇതേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇതിന്റെ ഇടയിൽ ഇത് പറയാനുള്ളതിന്റെ പ്രധാന കാരണം, ആ പറഞ്ഞ ഭ്രമയുഗത്തിലെ കാര്യത്തിന് എത്ര ദിവസം കഴിഞ്ഞിട്ടും അതിനെ ഇങ്ങനെ തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും ഒരു കുഴപ്പം വരാതിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ഊർജത്തിന് ഒരു കുഴപ്പം വരാതിരിക്കട്ടെ. നല്ല നല്ല എല്ലാ കഥാപാത്രങ്ങളും ചെയ്ത് പൂർണ്ണമാക്കിയ ആളാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ. ഇനി അദ്ദേഹം ചെയ്യാനുള്ള വേഷങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. എല്ലാ മനുഷ്യനും റെസ്റ്റ് ആവശ്യമാണ്, വിശ്രമം.
ആ കർമ്മങ്ങൾ അവസാന കാലം ആലുമുടൻ എന്ന് പറയുന്ന നടൻ സ്റ്റേജിൽ മരിച്ചു വീണു ഇല്ലേ? അദ്വൈതം എന്ന സിനിമയ്ക്കകത്ത് രക്ഷിക്കണം ഗുരു എന്ന് പറഞ്ഞ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മഹാനടന്റെ മുമ്പിൽ കൈകൂപ്പിയുള്ള സീൻ വന്നപ്പോൾ അവിടെ വീണ് മരിച്ചു. വലിയ ത്യാഗമല്ലേ? അതൊക്കെ ദൈവത്തിന്റെ കൃപയുള്ളതല്ലേ? അപ്പൊ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വലിയ കാര്യമാണ്. ഒരിക്കലും കലാകാരൻ എങ്ങോട്ടും തിരിച്ചു പോകുന്നില്ല. കലാകാരന്റെ കാലം കഴിഞ്ഞാലും കലാകാരൻ അഭിനയിച്ചു തീർന്ന എത്രയോ വേഷങ്ങളിലൂടെ ഒരുപാട് കാലം വളരെ കാലം നിലനിൽക്കും. മനുഷ്യൻ കുറച്ചുകൂടി അവനെക്കുറിച്ച് ബോധവാനാകുകയും മറ്റുള്ളവനെ കുറിച്ച് ബോധവാനാകുകയും ഏത് സാഹചര്യങ്ങളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ശാന്തി കിട്ടും. ഗ്രഹങ്ങൾ പിഴയ്ക്കുന്ന കാലം ഏത് നിമിഷവും ഏത് മനുഷ്യനും കയറി വരാം. അതുകൊണ്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഒരാളൊരു വിവാഹം നടത്താൻ പോവുകയായിരുന്നു. ആ വിവാഹം നടത്താൻ പോകുമ്പോൾ പൂ കുറവാണ്, പൂ മേടിക്കാൻ പോയിടയിൽ ആക്സിഡന്റ് മരിച്ചൊരു സംഭവമുണ്ട്. സഹോദരിയുടെ കല്യാണത്തിന് പോണ്ട ആവശ്യമില്ല, പക്ഷെ ഒരു പൂ കുറവാണ്. ഒരു പൂ ചോദിച്ചു സഹോദരി തലയിൽ വെക്കാനായിട്ട്. ആ ഒരു ഹെയർ ഡ്രസ്സർ ചോദിച്ചതാണ്. അദ്ദേഹം ഇറങ്ങിപ്പോയി, വണ്ടിയിൽ ആക്സിഡന്റിൽ മരിച്ചു. വല്ല കാര്യമുണ്ടോ? അപ്പം ആ ഗ്രഹങ്ങൾ പിഴയ്ക്കുന്ന കാലം നമുക്കെല്ലാം ഉണ്ടെന്ന് തിരിച്ചറിയുക. ഗ്രഹങ്ങൾക്ക് പിഴയ്ക്കുന്ന കാലം ഏത് നിമിഷവും നമ്മളെ തേടി വരാം. അതുകൊണ്ട് നമ്മുടെ ജീവിതവും നമ്മൾ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എല്ലാം സഹിക്കാനുള്ള ശക്തി തരാനുള്ള ഈശ്വര, എനിക്കെല്ലാം പണം തരണേ, എന്റെ കഷ്ടപ്പാട് കുറെ പണം കിട്ടിക്കൊണ്ട് കഷ്ടപ്പാട് മാറത്തില്ല. എനിക്കെല്ലാം സഹിക്കാനുള്ള ശക്തി തരണം. എനിക്ക് ഈശ്വരന്റെ കടാക്ഷം ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം, നന്മയുള്ള മനസ്സുണ്ടാകണം. നന്മയുള്ള മനസ്സുണ്ടായാൽ മാത്രമേ എനിക്ക് ഊർജ്ജമുള്ള ശരീരം ഉണ്ടാവുകയുള്ളൂ. നശിച്ചു പോകുന്ന ഈ ശരീരത്തെ എൻ്റെ ബോധം നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ കാത്തുകൊള്ളാം. അത് പൗഡർ പൂശുന്നതല്ല. ആരോഗ്യത്തിൽ നമ്മൾ മദ്യപിക്കാതിരിക്കുകയും പുകവലിക്കാതിരിക്കുകയും ശരീരം നശിച്ചു പോകുന്നു എന്ന് പറയുന്ന ശരീരത്തിനെ നിലനിർത്താൻ ചെയ്യുന്ന ഒരു കാലമുണ്ടാകണം. അതിനുള്ള പ്രാർത്ഥന ഉണ്ടാകണം. അന്നെങ്കിൽ മാത്രമേ മനുഷ്യൻ ജനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള സമയം ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.